ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്ത വിവോ X80 ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ നമ്മൾ ഇനിഷ്യലായിട്ടുള്ള ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ നേരെ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂഷ്വലി ഇത് ചൈനയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ബോക്സ് ആയിരുന്നു. അപ്പോൾ X70 സീരീസ് തൊട്ട് ഈ ബോക്സും പാക്കേജ് ഇന്ത്യയിലേക്കും കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ മൈക്കിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൈക്കിലാണ്. സോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിക്ക് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് തോന്നും. കാരണം കുറച്ചൊരു ഇടവേള എടുത്തതിന് ശേഷമാണ് നമ്മൾ മൈക്കിൽ വീഡിയോ എടുത്ത് തുടങ്ങിയത്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് എനിക്ക് എൻ്റെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ബോക്സിൻ്റെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നതെന്നും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ Vivo X80 Pro എന്ന് പറയുന്ന ഡിവൈസാണ്. സോ നേരെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ഇനീഷ്യലി നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. സൈഡിലായിട്ട് സീസിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൻ്റെ അത് നമുക്ക് ബാക്കി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ആക്ച്വലി ഇത് X80 അല്ല, X80 Pro മാത്രമാണ്. ഇതിൻ്റെ X80 സീരീസിൽ Pro മാത്രമേ ഇപ്പോൾ കറൻ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ബോക്സിന് നമുക്കൊരു ചാർജർ ബ്രിക്ക് കാണാനായിട്ട് സാധിക്കും. അത് 80 വാട്ട്സിൻ്റെ ആണ്. പിന്നെ ഒരു സിലിക്കൺ TPU കേസ് കാണാൻ പറ്റും. സോ ഇത് എക്സാക്ട്ലി നമ്മുടെ ഷവോമിയുടെ M11 അൾട്രയുടെ ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ നമുക്ക് ബോക്സിൻ്റെ അകത്ത് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഈ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡിവൈസിലേക്ക് പോയതിനു ശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ നമ്മുടെ ഇതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഇതിൻ്റെ ഓറഞ്ചും കിട്ടുന്നുണ്ട്, അതോടൊപ്പം ബ്ലൂവും കളറും അവൈലബിൾ ആണ്. സോ എൻ്റെ ഓറഞ്ചാണ്. ഇത് കുറച്ചുകൂടെ ലെതറി ടെക്സ്ചറുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. എക്സാക്ട്ലി നമ്മുടെ IQ സീരീസിലുള്ള IQ Neo 6ൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഞാൻ ഈ ഒരു കേസ് ഇടുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആ ഒരു കേസിൻ്റെ ആ ഒരു ഡിസൈനെ കണ്ടു കഴിഞ്ഞാൽ ഷവോമി Mi 11 അൾട്ര എന്ന് മാത്രമേ പറയത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഫോണിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. കയ്യിൽ വെക്കുന്ന ഒരു ഇൻഹാൻഡ് വീൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് ലാർജറാണ്. ഐ മീൻ 6.7 ഇഞ്ചസിൽ നിന്ന് 6.78 ഇഞ്ചസിലേക്ക് എല്ലാ സ്മാർട്ട് ഫോൺസ്, അതായത് വിവോയുടെ മിക്ക സ്മാർട്ട് ഫോൺസും ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ക്യാമറ ഡിസൈൻ പഴയതുപോലെ തന്നെ സർക്കിൾ രീതിയിലേക്ക്, അതായത് നമ്മുടെ OnePlus 70 കണ്ട ആ ഒരു സെയിം ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകളിലായിട്ടൊക്കെ നമുക്കൊരു ബോക്സി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗം സൈഡൊക്കെ നല്ലൊരു എഡ്ജി ഫീലും കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കർവ്ഡ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ മുകൾ ഭാഗത്തുള്ള ആ ഒരു ക്യാമറ ബമ്പ് വലിയ രീതിയിൽ പുറത്തേക്ക് നിൽക്കുന്നില്ല, നല്ല രീതിയിൽ കയറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേസിലെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. സോ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞാൽ 6.78 ഇഞ്ചസിൻ്റെ ഒരു എന്താ പറയുക LTPO3 AMOLED ഡിസ്പ്ലേ. LPTO2 അല്ല, ഇതിൻ്റെ അകത്ത് 3, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. അതോടൊപ്പം 1B കളേഴ്സും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. 1500 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ CPU നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണിലും കിട്ടുന്ന പോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8th Gen ഫസ്റ്റ് ജനറേഷൻ CPU ആണ്. 4nm പ്രോസറാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ക്യാമറയും അതോടൊപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് ഇനിഷ്യൽ ഡീറ്റെയിൽഡ് റിവ്യൂയിലൂടെ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മൈക്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് തോന്നിയെങ്കിൽ പറയുക. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. നമ്മൾ ചൈനയിലുള്ള പ്രൈസ് എക്സാക്റ്റ് ഇന്ത്യയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രൈസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തും. അതോടൊപ്പം ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഫണ്ട ചോയ്സ് ആവുന്നതുമായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദിസ് ഈസ് ആത്യൻ സൈനിങ് ഓഫ്. ബൈ.